വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ, ഖത്തർ. അധ്യായം 302. ഉപവാസം എന്ന വിജയമന്ത്രം. വിശ്വാസികളുടെ ഉൾത്തലങ്ങളിലേക്ക് വിശുദ്ധിയുടെ കുളിർക്കാറ്റും ആത്മസംസ്കരണത്തിന്റെ പരിമളവും വീശി ഒരു പരിശുദ്ധ റമളാൻ കൂടി കടന്നുവരുന്നു. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. ആത്മീയവും ഭൗതികവും മാനുഷികവും ജീവകാരുണ്യപരവുമായ നിരവധി അധ്യാപനങ്ങളും പരിശീലനവും ലക്ഷ്യം വെച്ചുള്ള സുപ്രധാനമായ ഒരു കർമ്മമാണ് വ്രതാനുഷ്ഠാനം. പാപങ്ങൾ പൊറുക്കപ്പെടാനും പുണ്യങ്ങൾ വാരിക്കൂട്ടാനും മാത്രമല്ല, സാമൂഹികവും സാംസ്കാരികവുമായ സ്നേഹ സൗഹാർദ്ദങ്ങളുടെ ഊഷ്മള വികാരങ്ങൾ നട്ടുവളർത്താനും ഏറ്റവും അനുഗുണമായ കാലമാണ് ഉപവാസകാലം. ലോകത്തെ എല്ലാ മതങ്ങളും ജീവിത ദർശനങ്ങളും ഉദ്ഘോഷിക്കുന്ന സുപ്രധാനമായൊരു കർമ്മമാണ് ഉപവാസം. ഉപവസിക്കുന്നതിൽ വിവിധ മതവിശ്വാസങ്ങളിലും ജീവിത രീതികളിലുമൊക്കെ അല്പസ്വല്പം വ്യത്യാസം കണ്ടേക്കാമെങ്കിലും മാനസികവും ശാരീരികവും ആരോഗ്യപരവുമായ ഒട്ടേറെ ഗുണങ്ങളുള്ള വിജയമന്ത്രമാണ് ഉപവാസം എന്നതിൽ സംശയമില്ല. വിശ്വാസത്തിന്റെ പേരിലും അല്ലാതെയും പലരും വ്രതമെടുക്കാറുണ്ട്. നിശ്ചിത സമയത്തേക്ക് ആഹാരവും വെള്ളവും ഒഴിവാക്കുന്നത് ശരീരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ചെറിയ സമയത്തേക്ക് ഇടയ്ക്കിടെ ഉപവാസമെടുക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും രോഗം തടയുന്നതിനുമുള്ള ഫലപ്രദമായ മാർഗമായി ഫിറ്റ്നസ് പ്രേമികൾക്കിടയിൽ ഉപവാസം കൂടുതൽ പ്രചാരത്തിലുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഉപവാസം ദഹനപ്രക്രിയ സുഗമമാക്കുകയും വയർ വീർക്കുന്നത് തടയുകയും ചെയ്യുന്നു. യുവത്വം നിലനിർത്താനും ദീർഘായുസ്സിനും ഉപവാസം സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഭക്ഷണം ഒഴിവാക്കുന്നതും കൃത്യമായ ഇടവേളയിൽ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നതും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. നല്ല ഉറക്കം ലഭിക്കുന്നതിനും ഉപവാസം ഉപകരിക്കും. ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഉത്തേജിപ്പിക്കുകയും ഹീമോഗ്ലോബിൻ, ഇൻസുലിൻ എന്നിവയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ രോഗബാധിത കോശങ്ങളെ നശിപ്പിച്ച് ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഉപവാസമെടുക്കുന്നത് നല്ലതാണെന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. പ്രമേഹം, ഹൃദ്രോഗം, സന്ധിവാതം എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്ന ഉപവാസം അടിഞ്ഞുകൂടുന്ന മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കാനും സഹായിക്കുന്നതിലൂടെ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. മനുഷ്യനെ മാനസികമായും ശാരീരികമായും സംസ്കരിക്കുന്നതിനുള്ള മാർഗമായി എല്ലാ സമൂഹങ്ങൾക്കും നിർദ്ദേശിക്കപ്പെട്ട കർമ്മമാണ് വ്രതാനുഷ്ഠാനം. ജീവിതയാത്രയിൽ മനുഷ്യനെ സൂക്ഷ്മതയുള്ളവനാക്കുകയും പാപക്കറകൾ കഴുകി പരിശുദ്ധനാക്കുകയും ചെയ്യുന്ന മഹത്തായ കർമ്മമെന്ന നിലയ്ക്കാണ് എല്ലാ ജനസഞ്ചയങ്ങളും ഉപവാസത്തെ വിലയിരുത്തുന്നത്. വ്രതാനുഷ്ഠാനം മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും ചിന്തയെയും പ്രവൃത്തിയെയുമെല്ലാം സമഗ്രമായി സ്വാധീനിക്കുന്ന കർമ്മമാണ്. നോമ്പുകാരന്റെ വാക്കും നോക്കും ചിന്തയുമെല്ലാം നോമ്പിന്റെ ചൈതന്യത്തിനനുസരിച്ചായിരിക്കണമെന്നത് പ്രത്യേകം അടിവരയിടപ്പെടേണ്ടതുണ്ട്. അനാവശ്യമായ വാക്കും പ്രവൃത്തികളും നോമ്പിന്റെ സാധുത ചോദ്യം ചെയ്യുമെന്നോർക്കണം. ജീവിതം ഒരു യാത്രയാണ്. അല്ല, വലിയ ഒരു യാത്രയിലെ ഒരു ഇടത്താവളമാണ്. എന്നാൽ ഈ യാത്രയുടെയും വിശ്രമവേളയുടെയും ദൈർഘ്യം എത്രയാണെന്ന് സ്രഷ്ടാവിനല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയുകയില്ല എന്നത് ഈ യാത്രയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഒരുപക്ഷേ ഈ യാത്ര ഇന്ന് അവസാനിച്ചേക്കാം. വർഷങ്ങൾ നീണ്ടുപോയെന്നും വരും. ഈ അനിശ്ചിതത്വവും പ്രതീക്ഷയും ജീവിതത്തിന്റെ അർത്ഥതലങ്ങളുടെ അപാരത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ ലോകത്ത് നിനക്കൊരു പരദേശിയുടെയോ യാത്രക്കാരന്റെയോ റോളാണ് വഹിക്കാനുള്ളതെന്നാണ് അധ്യാപനം. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ പലരും പല സ്ഥലങ്ങളിലും എത്തുന്നു. ലഭ്യമായ പല മാർഗങ്ങളിലൂടെയും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു. റമളാനിന്റെ മതപരമായ വിശകലനം ഇവിടെ ഉദ്ദേശമില്ല. എങ്കിലും മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കാനും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാക്കാനും ഉപകരിക്കുന്ന കാലം എന്ന നിലയ്ക്കാണ് വിഷയത്തെ സമീപിക്കുന്നത്. സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളെ പരിഗണിക്കുകയും
അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്കുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വ്രതാനുഷ്ഠാനം കൂടുതൽ സാർത്ഥകമാവുക. റമളാനിന്റെ ചൈതന്യം അതിൻ്റെ ആത്മീയ വിഭവങ്ങളിലാണ്. സ്രഷ്ടാവിൻ്റെ കൽപ്പന അനുസരിച്ചും അവൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചും പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിയുകയും ജീവിതം തന്നെ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്ന മഹത്തായ കർമ്മമാണ് വ്രതാനുഷ്ഠാനം. കണ്ണും കാതും മനസ്സും ശരീരവും ബുദ്ധിയും ചിന്തയുമെല്ലാം ഒന്നുചേരുന്ന ഈ പുണ്യകർമ്മം ഏകമാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും സർവോപരി മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും സമത്വത്തിൻ്റെയും അമൂല്യ അധ്യാപനങ്ങളാണ് പകർന്നു നൽകുന്നത്. ഈ അർത്ഥത്തിലാണ് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും വിജയപാതയൊരുക്കുന്ന സുപ്രധാനമായ വിജയമന്ത്രമായി ഉപവാസം മാറുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.